അപ്പോ നിന്നോട് പറഞ്ഞിരുന്നല്ലേ പുലർച്ചെ എന്നെ എന്റെ വീട്ടിൽ വന്ന് കാണണമെന്ന്. കുളി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുന്നു നിനക്കറിയില്ലേ? കുളിയും ദേവാലും ഒക്കെ പിന്നെ ആകാരുന്നില്ലേ? നിനക്ക് എന്നെ വന്നൊന്ന് കണ്ടുകൂടാർന്നോ? എങ്ങനെ തരുന്നു രാത്രിയില്? മാളൊരു നാണവും ദേഷ്യവും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തുണ്ടായി? പറയൂ പറയൂ. പാല് ഞാൻ നീട്ടി, എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അത്രയും കുടിച്ചു. നല്ല പാല്, ഗ്ലാസ് ഉൾപ്പെടെ വിഴുങ്ങാത്ത നന്നായി. എന്നിട്ട് എന്താ ഉണ്ടായേ? പിന്നെ ഞാൻ കയറി കട്ടിലേക്ക് കിടന്നു. ആ സമയം മാളു പിന്നെ മുങ്ങിച്ചാകവണ. ഉത്തരം പറ കഴുതേ. ആ സമയം മാളു ഉറങ്ങി. അപ്പൊ കറണ്ട് പോയി. സൗകര്യമായിരുന്നില്ലേ? ആദ്യം നീ എന്ത് ചെയ്തു? ഞാൻ നിലവിളിച്ചു. അപ്പൊ അച്ഛനും അമ്മയും ഓടി വന്നു. അഴുക്കുൽ താക്കിയില്ലേ? അമ്മ വന്ന് മാളുവിനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ഉറങ്ങി. ഓ, നശിപ്പിച്ചു. ഈ ജന്മം നിനക്ക് ഉറക്കവും കുളിയായിരിക്കും. നീർനായ. ഭഗവതി രക്ഷിക്കണേ. ആ വാരസ്യരെ കാലത്ത് എങ്ങോട്ടാ? അക്കരയ്ക്കൊന്ന് പോവാ, ഏട്ടനെ ഒന്ന് കാണണം. കടത്ത് പോയാവൂ. വാരസ്യരക്കരയ്ക്കുണ്ട്. എനിക്ക് വിശക്കണോ? എനിക്ക് വിശക്കണമെന്ന്. ഇവിടെ ആരുമില്ലേ? അമ്മേ, എനിക്ക് വിശക്കണമെന്ന്. എനിക്ക് വിശക്കണമെന്ന്. എനിക്ക് വിശക്കണോ? ഉണ്ണിമായെ, ആരുമില്ലേ ഇവിടെ? എന്താ ഇത്? കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം, എന്നിട്ടേ പെൺകുട്ടികൾ കഴിക്കാവൂ. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ഉണ്ണിമായെ, എനിക്ക് വിശക്കണോ? അമ്മേ, എനിക്ക് വിശക്കണോ? എന്താ ഇത്? അമ്മ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ? അച്ഛനെടുത്ത് തരാം. മോനോട് ഇരിക്കേ. മാളുവിന് ഈ കല്യാണം ഇഷ്ടമാണെന്നല്ലേ ശങ്കരൻ പറഞ്ഞത്? പിന്നെന്തേ അവളിങ്ങനെ? എന്തേ ഒരു ആലോചന? ഞാൻ മാളുവിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്താ ഉണ്ടായപ്പോ? ഇങ്ങനൊരു വിവാഹം വേണ്ടായിരുന്നു തന്നെയാ ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് തെറ്റുപറ്റിയോ ദേവു? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നീയും ശ്രദ്ധിക്കുന്നില്ലേ മാളുവിനെ? വന്ന് കേറിയപ്പോ മുതല് അവൾക്ക് യാതൊരു പ്രചരിപ്പുമില്ല. അവളുടെ സമ്മതം കൂടാതെയാണോ ഈ കല്യാണം നടന്നത്? ആരാ പറഞ്ഞേ? കല്യാണത്തിന് മുൻപ് ഞാൻ അവളോട് സംസാരിച്ചാണല്ലോ. ഇഷ്ടക്കേടുണ്ടായിച്ചാ അവൾ എന്നോട് പറയില്ലേ? പെട്ടെന്ന് അപ്പുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ അവക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചു നാളത്തേക്ക് അവരെ പാട്ടിന് വിടുക. ആവശ്യമില്ലാണ്ട് ഒന്നും ചിന്തിക്കാൻ പോണ്ട. ഊണ് കാലായി, ഞാൻ വിളമ്പാം.
മോളെന്താ ഒറ്റയ്ക്ക് ഇവിടെ? കാപ്പ് കുടിച്ചില്ലേ? കുടിച്ചു. മോളെ, അപ്പുവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാം നിനക്കറിയാവുന്നതാണ്. ഒരു ഭർത്താവിന്റെ ചുമതലകളൊന്നും അവനറിയില്ല. അവന് ഒരുപാട് കുറവുകളുണ്ട്. അത് തന്നെയാണ് എന്റെയും ദുഃഖം. നിന്റെ അച്ഛൻ ഇങ്ങനൊരു ആലോചന കൊണ്ടുവന്നപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാനായില്ല. പഠിപ്പും ബുദ്ധിയില്ലാത്ത എന്റെ കുട്ടിക്ക് പുറമേ നിന്നൊരിടത്തൊന്നൊരു ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണെന്ന് എനിക്കറിയാം. അന്യോന്യം അറിയാവുന്നവരാവുമ്പോ ഏറെ നല്ലതാണ് എന്നെനിക്ക് തോന്നി. പിന്നെ നിനക്കും പൂർണ്ണ സമ്മതമാണെന്നറിഞ്ഞപ്പോ എന്റെ അപ്പു ഭാഗ്യവാനാണ് എന്ന് ഞാൻ കരുതി. ഇപ്പൊ എനിക്കൊരു സംശയം. നിന്റെ സമ്മതത്തോടെ അല്ലേ ഈ വിവാഹം നടന്നത്? ഇത്രയും ആയ സ്ഥിതിക്ക് ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും മനസ്സിലുള്ളത് പരസ്പരം അറിയുമ്പോ ഒരു ഭാരം കുറയുമെന്ന് കരുതിയ. മോള് വിഷമിക്കണ്ട. ഈശ്വരകാരുണ്യം ഉണ്ടെങ്കിൽ എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ അതിന് മോളോടൊന്ന് മനസ്സ് വയ്ക്കണം. കണ്ണടയും മുമ്പ് അവനെ ഒരു ചുണക്കുട്ടിയായി എനിക്ക് കാണണം. മോള് വിചാരിച്ചാൽ അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന വയസ്സിന് അത് സാധിച്ചു തരാൻ പറ്റില്ലേ? അപ്പോ അപ്പോ എടാ അപ്പു, ഇങ്ങോട്ട് ഭരണകാര്യം നോക്കി കാരണവർ ചമഞ്ഞ് ഇവിടെ ഇരിക്കുക. എന്റെ ചാവടിയന്ത്രം കണ്ട നീ അടങ്ങൂല്ലേ? എന്താ മണി എവിടെ? മണി ശങ്കുണ്ണി വിളിക്കണ. അത് മണിലാൽ. പിന്നെ അമ്പലത്തിൽ അടിച്ചുകൊണ്ടിരിക്കണം മണി എവിടെയെന്ന്. അമ്പലത്തിലെ മണി ഞാൻ കണ്ടില്ല. ഇത്രയും മുഴുപ്പുണ്ടായിട്ട് നീ കണ്ടിട്ടില്ലാന്നോ? ഞാൻ കണ്ടില്ല. പൂജാരി പറഞ്ഞല്ലോ അതുമേ നീ ഊഞ്ഞാലാടി കളിച്ചോണ്ടിരിക്കണ കണ്ടൂന്ന്. അമ്പലത്തിലെ മണിയോ? അതെ. ഇങ്ങത്താ ശങ്കുണ്ണി, നിനക്കൊരു കാര്യം അറിയോ? ഇല്ല. വെള്ളത്തിന് അടിയെ വെച്ച് മണിയടിച്ച ശബ്ദം കേൾക്കില്ലേ? നിനക്കങ്ങനെ അറിയാം? അമ്പലക്കുളത്തിന് അടിയെ വെച്ച് മണിയടിച്ചു. കേട്ടില്ല. എന്നിട്ട് മണി എന്തേ? അത് കുളത്തിൽ കാണും. പരമദ്രോഹി. ഒരു മണി കിട്ടണവരെ പൂജയ്ക്ക് മണിയുടെ ഉണ്ടാവില്ല. സന്തോഷായില്ലേ നിനക്ക്? കരക്കാരോട് ഞാൻ എന്താ സമാനം പറയാ? നിനക്ക് ആ പൂജാരിയെ കൂടി കുളത്തിലെറിയായിരുന്നില്ലേ? ഞാൻ വൈകുന്നേരം വരാം. പൂജാരിയെ കുളത്തിലെറിയാനോ? അല്ല, നമുക്കൊന്ന് കറങ്ങാം. ഇനി ഇത് കൂടുതൽ നീ എന്താ കറക്കാനുള്ളത്? എന്റെ ദൈവമേ, ഒരു മണി വാങ്ങാൻ ഞാൻ ഇനി മണീസിന് എവിടെ പോവും? കയ്യിലാണേനോ മണി.